ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബേർഡിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും കുറഞ്ഞ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ബേർഡ്, നമ്മുടെ വേൾഡിലെ സ്മോളസ്റ്റ് ബേർഡ് എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് ഒട്ടും വൈകിപ്പിക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ദ വേൾഡസ്റ്റ് സ്മോൾ അല്ലെങ്കിൽ ദ വേൾഡ് സ്മോളസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് ബീ ഹമ്മിങ് ബേർഡ് ആണ്. ഓക്കെ, ആ ബീ ഹമ്മിങ് ബേർഡ് ക്യൂബ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന പക്ഷിയുടെ സയന്റിഫിക് നെയിം എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ആദ്യമേ തന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നുള്ളത് പറയാം. ബീ ഹമ്മിങ് ബേർഡിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇതാക്കി പറയാം. മെല്ലസുഗ ഹെലനെ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ക്യൂബയിലാണ് കാണപ്പെടുന്നത്. ക്യൂബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ ലെങ്ത് എന്തോരം ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 to 6 സെന്റിമീറ്റർ, അതായത് 2 മുതൽ 2.4 ഇഞ്ച് വരെയാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ വെയിറ്റ് എന്തോരം ആണെന്നുള്ളതാണ്. അതായത് 1.6 to 2 ഗ്രാം വരെ, അതായത് നമ്മുടെ കോയിനയിലും വെയിറ്റ് കുറവാണ്. ഓക്കെ, അപ്പം അതാണ് ബീങ് ഹമ്മിങ് ബേർഡിന്റെ ഫാക്ട്സ്, അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ പക്ഷിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള പറയാം. ഇത് മെയിനായിട്ടും പൂക്കളിന്റെ ഉള്ളിലുള്ള തേനാണ് ഇത് ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത്. ഇത് കൂടുതലായിട്ടും ഭക്ഷിക്കുന്നത് ടൈനി ഇൻസെക്ട്സ്, അതേപോലെ തന്നെ സ്പൈഡേഴ്സ്, ചെറിയ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ സ്പൈഡേഴ്സ്. കാരണം ഇതുങ്ങള് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് കഴിക്കേണ്ടായിരിക്കുക. മാത്രമല്ല ഇതിന് പ്രോട്ടീൻ റിച്ച് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് 1 സെക്കൻഡിൽ 80 തവണ വരെ അവർക്ക് അതായത് ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല വായു സമയത്ത്, അതായത് എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പക്ഷിക്ക് അനങ്ങാതെ നിൽക്കാനും അതുപോലെ തന്നെ ബാക്കോട്ട് പറക്കാനും സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഈ ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് എന്തുകൊണ്ടിട്ടാണ് ബീ ഹമ്മിങ് ബേർഡ് എന്ന പേര് വീണത് എന്നുള്ളതിനെയാണ്. വേറൊന്നുമല്ല, ഈ തേനീച്ച, ഇത് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത് ചെറിയൊരു പക്ഷിയാണ്. അതായത് തേനീച്ചയുടെ വലിപ്പമേ മാത്രമേ ഇതിനുള്ളൂ. മാത്രമല്ല ഇത് കാണാനും ചെറുതാണ്. അതുകൊണ്ടാണ് ഇതിനെ ബീ ഹമ്മിങ് ബേർഡ് എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ആ പേര് വീണതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.